ഹായ് ഫ്രണ്ട്സ്, അനുമോൾ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ ആ പ്രസ്താവന അത് നമുക്ക് ഇപ്പോൾ ഒന്ന് തെളിയിക്കണം. അതുപോലെ തന്നെ നൂറയെ ആദിലയെയും ആര്യൻ വീഡിയോ കോൾ ചെയ്തപ്പോൾ ആര്യൻ പറഞ്ഞ കുറേ വൃത്തികേടുകളുണ്ട്. നൂറ എന്താ തുണിയില്ലാതെ കിടക്കുകയാണോ, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ആ പ്രസ്താവന ശരിയാണോ തെറ്റാണോ എന്ന് നമുക്കിപ്പോൾ തെളിയിക്കണം. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോ. ഒപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്തു കേട്ടോ. ഓക്കെ, പോസിറ്റീവായിട്ടുള്ള ക്രിറ്റിസിസം എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. നെഗറ്റീവായി തെറി വിളിക്കാൻ ഇതിലൊന്നും ആരും നിൽക്കണ്ട. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് അനുമോളുടെ കാര്യം തന്നെ പറയാം. അനുമോൾ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു. അനുമോൾ കൊടുത്തിട്ടില്ല എങ്കിൽ, PR കൊടുത്തിട്ടില്ല എങ്കിൽ അത് തെളിയിക്കേണ്ട ചുമതല എല്ലാവരും കൂടി ഒന്നടക്കം പറയുമ്പോൾ, അനുമോളുടെ വായിൽ നിന്ന് വന്ന സംഭവങ്ങൾ വെച്ചിട്ടാണ് എല്ലാവരും പറയുന്നത്. വെറുതെ ഇരുന്നിട്ട് അനുമോൾ ആരും ക്രിറ്റിസൈസ് ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ ഈ ചാനലിൽ കൂടി ആരെയും ക്രിറ്റിസൈസ് ചെയ്യുന്നത് എനിക്ക് നല്ല വ്യക്തമായ തെളിവ് കിട്ടിയത് കൊണ്ട് തന്നെയായിരിക്കും ക്രിറ്റിസൈസ് ചെയ്യുന്നത്. അപ്പോൾ അനുമോളുടെ വായിൽ നിന്ന് കേട്ട തെളിവുകൾ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അല്ലാതെ നമ്മൾ വായുവിൽ നിന്ന് എടുത്തതൊന്നുമല്ല അല്ലേ. അനുവിനെതിരെ ആ ഭിന്നി എന്ന് പറഞ്ഞ ഒരു മത്സരാർത്ഥി പറഞ്ഞിട്ടുണ്ടായിരുന്നു 16 ലക്ഷം. അനു അത് വീണ്ടും 15 ലക്ഷമായിരിക്കും പറഞ്ഞത്. ഞാൻ കൊടുത്തിരിക്കുന്നത് 50,000 എന്നൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ വിളിച്ചു പറഞ്ഞത് അവസാന ഘട്ടത്തിലിട്ടാ. ഇനി ശൈത്യവുമായിട്ട് അനുമോള് ഇരുന്ന് പറയുന്ന ആ ഒരു സംഭാഷണം അവസാനമായിട്ട് ഇത് പറയുന്നത്, നിങ്ങളെല്ലാവരും പറയണ്ട അനുമോള് സമ്മതിച്ചതാണല്ലോ, PR കൊടുത്ത് സമ്മതിച്ചതാണല്ലോ എന്ന്. പക്ഷേ 16 ലക്ഷം എന്ന് പറയുന്ന സംഭവം നിങ്ങൾ പലതരം രീതിയിൽ അനുമോള് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇപ്പോഴും ഈ സോഷ്യൽ മീഡിയയിൽ കത്തിജ്വലിച്ച് നിൽക്കുകയാണ് ആ സംഭവം. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തിട്ടത്. നിങ്ങൾ ആ വോയിസ് ഒന്ന് കേൾക്കൂട്ടോ. ആദ്യം ഞാൻ ദൈവത്തെ അല്ലാണ്ട് വിശ്വസിക്കുന്ന അതെ. അപ്പൊ ആ ദൈവങ്ങളെ കൊണ്ട് ഞാൻ സത്യത്തിൽ പറയണം, ഞാൻ കൊടുത്തിട്ടില്ല, ഒന്നും കൊടുത്തിട്ടില്ല. ഇപ്പോഴും ഇവിടെ ഇരുന്നോണ്ട് പറയാണ് ഞാൻ കൊടുത്തിട്ടില്ല എന്ന്. ഞാൻ പറയണം ഇപ്പോഴും, ഞാൻ പറയണേ മൈക്കിട്ടിട്ട് ഞാൻ പറയണേ ഞാൻ കൊടുത്തിട്ടില്ല, ഒന്നും കൊടുത്തിട്ടില്ല, ഞാൻ പറഞ്ഞു എന്നെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് പേരുണ്ട്, എനിക്ക് കൊടുത്തിട്ടില്ലായിരിക്കും. പക്ഷെ ആ സമയത്ത് നീ എന്റെ അടുത്ത് പറഞ്ഞ കാര്യം ഞാനിപ്പോ പറഞ്ഞത്. എനിക്ക് എന്താ 16 ലക്ഷം അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. 16 ലക്ഷം ചിലപ്പോ 15 ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത്. കേട്ടല്ലോ, അനുമോളുടെ ഫാൻസ് കേട്ടല്ലോ. ഈ ലാസ്റ്റ് വീക്കിൽ, ഈ ബിഗ് ബോസിന് ഇറങ്ങണ ലാസ്റ്റ് വീക്കിൽ ശൈത്യ റീ എൻട്രി ചെയ്തപ്പോൾ, അതായത് ബിഗ് ബോസ് ഇത്ര 2 ഡേയ്സും കൂടിയേ ഉള്ളൂ, റീ എൻട്രി ചെയ്തപ്പോഴാണ് അനുമോൾ പറഞ്ഞാൽ കൊടുത്തിട്ടില്ല, ദൈവത്താണ് സത്യം, ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്ന ആളാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ. ഇപ്പം എന്ത് വിശ്വാസമുണ്ട് നിങ്ങൾ? അനുമോളുടെ ഫാൻസ് പറയാനേ വേണ്ടതിന് ആൻസർ. എന്ത് വിശ്വാസമുണ്ട് നിങ്ങൾക്ക് ഇതിൽ? ആ അനുമോളുടെ വായിൽ നിന്ന് ആ 2 ദിവസം മുന്നേ പറഞ്ഞു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ അനുമോൾ പറയാണ് ഞാൻ 50,000 കൊടുത്തു എന്ന്. അപ്പോൾ ദൈവത്തെ പിടിച്ച് സത്യമായിട്ട് എവിടെ പോയി? 50,000 കൊടുത്തു എന്ന്. അതും കഴിഞ്ഞ് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ വിനു പറയണേ എനിക്ക് 11,000 സംതിങ്ങേ തന്നിട്ടുള്ളൂ എന്ന്. അപ്പോൾ അനുമോള് പറഞ്ഞു ഇനി ബാക്കി ഞാൻ എത്ര തരാനുണ്ട്, 14 ലക്ഷത്തി സംതിങ് തരാനുണ്ടല്ലേ എന്ന്. ഇതൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടാണോ നിങ്ങൾ ഈ അനുമോളിട്ട് വെളുപ്പിക്കുന്നത്? ഇതുകൊണ്ടാണ് ഞാൻ ക്രിട്ടിസൈസ് ചെയ്തത്. ഇതിനെതിരെ എനിക്ക് ഒരുപാട് ചീത്ത കമൻസൊക്കെ വന്നു. അതൊന്നും പ്രശ്നമല്ല, അതൊക്കെ ഞാൻ ശരിക്കും നിങ്ങൾക്ക് ലൈക്ക് ചെയ്തിട്ട് തന്നെയാണ് വിടുന്നത്. ഒരു കുഴപ്പമില്ല. ക്രിറ്റിസൈസ് നിങ്ങളും ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം നിങ്ങളും ചെയ്യണ്ടേ. അപ്പോൾ ഇത് ഞാൻ ഇവിടെ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഭിന്നി അങ്ങനെ ഒരു സത്യം പറഞ്ഞു, അനുമോളുടെ വായിൽ നിന്ന് പലതരം സത്യങ്ങൾ വന്നു. വീണു പറഞ്ഞത് പോട്ടെ, അനുമോളാണല്ലോ ഇതിൻ്റെ പ്രധാനി. അപ്പോൾ അനുമോളുടെ വായിൽ നിന്ന് വന്നു. അപ്പോൾ അനുമോൾ എന്ത് ചെയ്യണം? ഇത് തെളിയിക്കേണ്ട ഒരു ബാധ്യത അനുമോൾക്കുണ്ട്. ഇല്ലേ? നിങ്ങൾ തന്നെ പറയൂ. ഇപ്പോൾ ഒനിയലിനെ കുറിച്ചൊരു ബാഡ് ആയിട്ടുള്ള ഒരു അവിടെ പ്രസ്താവന വന്നു. ഒനിയൽ അതിൽ ആലേട്ടം വന്നപ്പോൾ തെളിയിച്ചു, നമുക്ക് എല്ലാവർക്കും തെളിയിച്ചു കൊടുത്തു. അയാൾ പ്യുവർ മനുഷ്യനാണെന്ന് നമ്മളെല്ലാവരും തെളിഞ്ഞു, നമ്മൾ കണ്ടു. അയാൾ ചെയ്തിട്ടില്ല എന്നുള്ളത് കണ്ടു. അപ്പോൾ നമ്മുടെ മേലൊരു ആരോപണം വന്നു കഴിഞ്ഞാൽ അതിൽ നമ്മളെ വായിൽ നിന്ന് വന്നുള്ള ആരോപണങ്ങൾ തന്നെയാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അത് തെളിയിക്കണം. അല്ലാതെ ആ കപ്പും പൊക്കി പിടിച്ച് നടക്കണമല്ലോ, യാതൊരു അവകാശവും ആ കപ്പിനില്ല. വെറുതെ കിട്ടി എന്ന് മാത്രം, PR ബലം കൊണ്ട്, കാശിൻ്റെ ബലം കൊണ്ട് കിട്ടി എന്ന് മാത്രം. അല്ലാതെ ആ കപ്പിന് യാതൊരു വാല്യൂം ജനങ്ങൾ കരുതുന്നില്ല. ഈ അനുമോളുടെ ഫാൻസും അനുമോളുടെ PR അല്ലാതെ വേറൊരാളും ആ കപ്പിന് വാല്യൂ കൊടുക്കുന്നില്ല. അതും അനുമോളുടെ ഫാൻസ് എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ അനുമോളുടെ ഫാൻ തന്നെയായിരുന്നു. പക്ഷേ അന്തം ഫാൻ ഉണ്ട്, അന്തം ഫാൻസ്. അങ്ങനെയുള്ളവരാണ് ഈ അനുമോളെ ഇങ്ങനെ കിടന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, എന്ത് തെണ്ടിത്തരം വിളിച്ചു പറഞ്ഞാലും. അതുപോലെ തന്നെ നമ്മുടെ ആദില നൂറയെ ആര്യൻ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആര്യൻ്റെ അമ്മ വന്നിരുന്നു വീഡിയോ കോൾ ചെയ്യുന്നത്. അപ്പോൾ ആര്യനാണല്ലോ മറ്റേ റീഗൽ ജ്വല്ലറിയുടെ ഡയമണ്ട് നെക്ലസ് കിട്ടിയിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ പോയിന്റോട് കൂടിയിട്ട്. അപ്പോൾ ഈ ഡയമണ്ട് നെക്ലസ് കൊടുത്തിരിക്കുന്നത് അമ്മയ്ക്കാണ്. അപ്പോൾ അമ്മ അത് ഇട്ടിട്ടുകൊണ്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര അഭിമാനം, മോൻ മുഖാന്തരമാണല്ലോ ഡയമണ്ട് നെക്ലസ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അമ്മ ഇരുന്നിട്ട് ആദില നൂറേനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ആദില മാത്രമേ വരുന്നുള്ളൂ, നൂറ വരുന്നില്ല കേട്ടോ. നൂറ വരാണ്ടായപ്പോൾ
അമ്മ പറയുന്നത് ഞാൻ നൂറ് ബർത്ത്ഡേക്ക് വിളിച്ചിരുന്നു, എടുത്തില്ല ഫോൺ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പറയണ്ട, അയ്യോ വിളിച്ചിരുന്നു, അമ്മ വിളിച്ചിരുന്നു, അയ്യോ സോറി കേട്ടോ, അത് നെറ്റ് കോൾ ആയതുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് കിട്ടാനെന്നൊക്കെ പറയുന്നുണ്ട്. അത് എടുക്കാനത് ഭയങ്കര തിരക്കായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നൂറ് എവിടെ എന്ന് ചോദിച്ചു കേട്ടോ അമ്മ. അപ്പോൾ ഈ വൃത്തിക്കെട്ട ആരും പറയാണ്, നൂറ അവിടെ തുണിയില്ലാതെ കിടക്കുകയാണ്, അതുകൊണ്ടാണ് അവൾ ഇവിടെ വരാത്തത്, നമ്മുടെ ഇവിടെ മുന്നിലേക്ക് വരാത്തത്, അവിടെ കിടക്കുന്നുണ്ട് എന്ന്. അപ്പോൾ അത് കേട്ടുകൊണ്ട് ആദിലൊരു പുഞ്ചിരി. എന്താണ് ഈ ആദിലും നൂറയും ആര്യനൊക്കെ വിചാരിച്ചിരിക്കുന്നത്? ഈ ലൈവിൽ വന്നിരുന്ന് ഞങ്ങൾക്ക് ഇത് കേൾക്കാനാണ് ഇഷ്ടം എന്നാണ് നിങ്ങളൊക്കെ വിചാരിച്ചിരിക്കുന്നത്? അപ്പോൾ ആദില പറയുന്നത് എന്താ പറയുക, അവൾക്ക് മൂടില്ല, അവൾക്ക് മൂടില്ല ഇപ്പോൾ വരാൻ വേണ്ടിയിട്ട്. ഒരമ്മ ഒരു ആര്യനും കൂടി ഇരുന്ന് വീഡിയോ കോൾ ചെയ്യുമ്പോൾ മൂടില്ല എന്നാണ് പറയുന്നത്, ജസ്റ്റ് ഒന്ന് വന്ന് മുഖം കാണിച്ച് പോകണ്ടേ? അപ്പോൾ പിന്നെ ആര്യം പറഞ്ഞത് സത്യമായിരിക്കുമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കേണ്ടത് അല്ലേ? ആ തുണിയില്ലാതെ കിടക്കുക തന്നെയായിരിക്കും. പക്ഷെ അത് ഈ പബ്ലിക്കിൽ ഞങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടി പറയുന്നതാണ് തെറ്റ് എന്ന് പറയുന്നു. അങ്ങനെ ആദില പറയുന്നുണ്ട്, എടാ ചെറുക്ക, നീ മൊഞ്ച് കൂടി വരുന്നുണ്ടല്ലോ, മായാമോഹിനിയായിട്ട് അഭിനയിച്ച ആളാണല്ലോ മായ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എടി നിൻ്റെ പട്ടായ ഗേൾസിലെടി, പട്ടായ ഗേൾസ്, നിങ്ങൾ പട്ടായ പോകുന്നില്ലേ? ആ പോണം, നിൻ്റെ പട്ടായ ഗേൾസില്ലേ? ആ പട്ടായ ഗേൾസ് നിങ്ങൾ രൂപീകരിച്ചപ്പോൾ തന്നെ ഞങ്ങളൊരു ആൻറ്റി പട്ടായ ഗേൾസ് രൂപീകരിച്ചിരുന്നു, ആൻറ്റി പട്ടായ ഗാങ് രൂപീകരിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയാം, ഏത് ആൻറ്റി? അപ്പോൾ നമ്മുടെ ആദില വിചാരിച്ചത് ആൻറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മായി എന്നുള്ള അർത്ഥത്തിലുള്ള ആൻറ്റിയാണ്. പക്ഷേ ഇവൻ എതിരെ എന്നുള്ള ആൻറ്റിയാണ്, ANTI എന്നുള്ള ആൻറ്റിയാണ് ഇവൻ പറഞ്ഞത്. ആൻറ്റി പട്ടായ ഗ്രൂപ്പ് ഇതാക്കിയെന്ന് പറഞ്ഞത്. അപ്പോൾ ഏത് ആൻറ്റി? എടി പൊട്ടത്തി ആൻറ്റി അല്ല, ഞങ്ങൾ ആൻറ്റി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. ഓ അങ്ങനെ, ആ ആൻറ്റിയിലെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ നൂറ, ആദില, അതുപോലെ തന്നെ നമ്മുടെ അനുമോള്, ഈ പട്ടായ ഗ്രൂപ്പ് ഇനി ഒന്നിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതേപോലെ ആയി കഴിഞ്ഞു അവർ അവസാന ഘട്ടത്തിൽ. ഇത് ശരിക്കും നമ്മുടെ ആദിലയ്ക്ക് ഷൈൻ ചെയ്യാമായിരുന്നു. ഈ അനുമോള് അന്ന് പറഞ്ഞു എന്ന് പറയപ്പെടുന്ന ആ ദിവസം, അതായത് ഈ നമ്പർ കൊടുത്തുകൊണ്ട് അവരെ തകർക്കണം എന്ന് പറഞ്ഞിട്ട് നമ്പർ കൊടുക്കുമ്പോൾ, ചേച്ചിയുടെ നമ്പറോ ഇവളുടെ നമ്പറോ കൊടുക്കുമ്പോൾ ഇങ്ങനെ വിളിച്ച് പറയണം തകർക്കണം എന്ന് പറഞ്ഞിട്ട്. അല്ല വെറുതെ ഒരു നമ്പർ കൊടുക്കുന്നില്ല, എൻ്റെ ചേച്ചിനെ വിളിച്ചിട്ട് സുഖവരെ അന്വേഷിക്കൂട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്പർ കൊടുക്കുന്നില്ല, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ കൊടുക്കുന്ന സമയത്ത് അന്ന് വന്ന് ഇത് പബ്ലിക് ആക്കുകയായിരുന്നു എങ്കിൽ അന്ന് ഫാൻസ് കൂടിയാണ് അല്ലേ? അന്ന് ആദിലയ്ക്ക് ഫാൻസ് കൂടിയാണ്, അന്ന് അനുമോളുടെ കള്ളത്തരം പൊളിച്ച് കയ്യിൽ കൊടുത്തു എങ്കിൽ. പക്ഷെ ആദിലയ്ക്ക് പറഞ്ഞ തെറ്റെന്താ വെച്ചാൽ അന്നൊക്കെ അനുമോളുടെ സെറ്റിൽ നിന്ന് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് നമ്പർ മേടിച്ച് പോക്കറ്റിലിട്ട് പോയി കഴിഞ്ഞിട്ട് പിന്നീട് അവസാന ഘട്ടത്തിൽ ഈ ശൈത്യം വന്നതിന് ശേഷം പുറം തള്ളുമ്പോൾ ഇത് ശരിക്കും പിന്നീക്കൂടെ കുത്തണ പരിപാടിയായിപ്പോയി. കൂട്ട് നിന്നിട്ട് പിന്നീക്കൂടെ കുത്തുക, അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഒന്നിനെയും കൂട്ട് നിൽക്കാൻ പാടില്ല, അല്ലെങ്കിൽ പിന്നെ പിന്നീക്കൂടെ കുത്തരുത്, ആ ഒഴുക്കിനനുസരിച്ചിട്ടാണ് നീന്തണം. അപ്പോൾ അതിലാണ് ഈ ആദിലയെ കട്ടപ്പാന്ന് വീണ്ടും വിളി വന്നത്. പക്ഷേ അനുമോൾ അത് പറയാൻ സാധ്യതയുണ്ട് 99%. കാരണം നമ്പർ ഒരാൾ കൊടുക്കണം. എന്താ എൻ്റെ ചേച്ചിയുടെ സുഖവിവരം അന്വേഷിച്ചിട്ട് ഇവിടെ നടന്ന സത്യങ്ങളൊക്കെ പറയട്ടെന്ന് 24 hours അവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എന്ത് സത്യങ്ങളെന്ന് പറയാനിരിക്കുന്നത്? അപ്പോൾ എന്തിനാണ് ഈ നമ്പർ കൊടുക്കുന്നത്? ഇല്ല. പിന്നെ അനുമോൾ പറഞ്ഞത് ഒരു 90% തെറ്റാണെന്നുള്ളത് ഇപ്പോൾ ഞാൻ പറഞ്ഞ തെളിയിച്ചല്ലോ. ഒരു ഇത് വോയിസ് നിങ്ങളെല്ലാവരും കേട്ടല്ലോ. ഇങ്ങനെ തന്നെ ദൈവത്തെ പിടിച്ച് സത്യം ഇട്ടിട്ടാണ് അത് ചെയ്തത്. പിന്നെ ലാലേട്ടൻ വന്ന് അന്നിപ്പോൾ അതിലത് ചെയ്തെങ്കിൽ ലാലേട്ടൻ വന്ന് ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ അനുമോൾ എണീറ്റെന്ന് പറയും, ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞ്. അനുമോൾക്കറിയാം അവിടെ നിന്നുകൊണ്ട് ചെയ്യാൻ വിനുവുണ്ട്, ഇല്ല എന്ന് പറഞ്ഞ് എണീറ്റ് നിൽക്കുന്ന സ്ത്രീ ജാൻസി റാണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടിച്ച് വിടാൻ വേണ്ടി വിനുവുണ്ട് എന്ന് അനുമോൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അനുമോള് അന്ന് ആ ലാലേട്ടൻ വന്ന് ചോദിക്കുമ്പോഴും ജാൻസി റാണിയായിട്ട് എണീറ്റ് പുലിക്കുട്ടിയായിട്ട്. അന്നൊക്കെ ഞാൻ അനുമോൾക്ക് ഭയങ്കര വോട്ട് ചെയ്തു കേട്ടോ. ഓ എന്തൊരു പുലിക്കുട്ടിയാണ് എൻ്റെ പൊന്നെ എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ പിന്നീടല്ലേ മനസ്സിലായി ഇതൊക്കെ PR-ന്റെ കളികളായിരുന്നു. അനുമോൾക്കത് അറിയാൻ അറിഞ്ഞു വെച്ചുകൊണ്ട് മാസമായി കളിക്കുകയായിരുന്നു എന്നുള്ളത്. അതായത് ഗെയിമുകൾ നന്നായി കളിക്കൊന്നും വേണ്ട, ഓരോരുത്തരടുത്ത് പെരുമാറുമ്പോൾ അവരെ നന്നായി താഴ്ത്തി കൊടുക്കുക, അതുപോലെ തന്നെ മാസമായി നീ നിൽക്കുക, അതുമാത്രം മതി, ഞങ്ങൾ പിന്നെ പണി ചെയ്തോളാം എന്നാണ് PR ഉപദേശിച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ ചിത്ര ചേച്ചി മോതിരം കൊടുത്തു എന്ന്. ഇത് അവരുടെ ഒരു ഇതാണ്, ഏഷ്യാനെറ്റിൻ്റെ സ്ക്രിപ്റ്റാണ് ചിത്ര ചേച്ചിയെ കൊണ്ട് അനുമോൾക്ക് മോതിരം കൊടുപ്പിക്കുക എന്നുള്ളത്. അനുമോൾക്ക് ചിത്ര ചേച്ചി മുഖാന്തരം മോതിരം കൊടുപ്പിച്ചതാണ് അവിടെ. അല്ല അനുമോളുടെ അവിടുത്തെ പെർഫോമൻസ് കണ്ടില്ല. അനുമോൾ ഏത് പെർഫോം ചെയ്യാൻ പോയാലും അവിടെ 100% കൊടുക്കുന്നുണ്ട്. അത് നമുക്കറിയാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർ മാജിക് മുതലേ നമുക്കറിയാം 100% ആൾ നെഗറ്റീവായാലും പോസിറ്റീവായാലും കൊടുത്തുകൊണ്ടിരിക്കും. ആൾ തന്നെ ആളുടെ വായുകൊണ്ട് തന്നെ പറഞ്ഞിട്ട് ആളുടെ വായുകൊണ്ട് എല്ലാം സത്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്, കുറേ നുണകൾ പറഞ്ഞാലും. പക്ഷെ അത് നിരസിക്കുന്നുണ്ട് ആൾ. അത് അപ്പോഴത്തെ പ്രായത്തിൽ പറഞ്ഞതാണ്, അപ്പോഴത്തെ ഇമോഷൻസിൽ പറഞ്ഞതാണ്, അത് അങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ആൾ തന്നെ ആയതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് തരുന്ന കൂലിക്ക് നമ്മൾ പണിയെടുക്കണ്ടേ, നിങ്ങളെല്ലാവരും എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല? എനിക്ക് കിട്ടുന്ന കാശിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവർക്ക്
പണികളെടുക്കുന്നേ എന്ന് അനുമോൾ തന്നെ നാവുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ലാലേട്ട അത് പൊളിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് ബിഗ് ബോസിന് വേണ്ടിയിട്ട് ആരും പണിയെടുക്കണ്ട, തരുന്ന കാശിന് ആരും പണിയെടുക്കണ്ട, നിങ്ങളുടെ ഡ്യൂട്ടി ബിഗ് ബോസ് പറഞ്ഞത് ചെയ്താൽ മതി. ബിഗ് ബോസിന് അറിയാം എങ്ങനെ റേറ്റിംഗ് കൂട്ടണമെന്ന്. റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. നെഗറ്റിവിറ്റിയും പോസിറ്റിവിറ്റിയും ചെയ്യുന്ന അനുമോളുടെ വായുകൊണ്ട് അനുമോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓരോ കണ്ടന്റും അനുമോൾ കൊടുക്കുന്നത്. ഇപ്പോൾ സ്റ്റാർ മാജിക്കിൽ വന്നിട്ട് നല്ല കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്, നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു പ്രോഗ്രാം. എന്തുകൊണ്ടാണ്? അനുമോൾക്ക് അറിയാമോ എങ്ങനെ പെരുമാറുന്നത്. അതാരെ പിടിച്ച് സത്യമിട്ടാണെങ്കിൽ അമ്മേനെ പിടിച്ച് സത്യമിടും, ദൈവത്തെ പിടിച്ച് സത്യമിടും. പക്ഷേ ഈ സത്യങ്ങളൊന്നും ശരിയല്ല എന്ന് ഇപ്പോൾ തെളിയിച്ചില്ലേ നിങ്ങൾക്ക്? എല്ലാവർക്കും മനസ്സിലായില്ലേ?